Hi all, welcome to BK808 Cricket Fever. India vs South Africa 2020 വേൾഡ് കപ്പ് ഫൈനൽ ഇന്ന് രാത്രി 8 മണിക്ക് നടക്കുകയാണ്. വെന്യൂ കെന്നിങ്സ്റ്റൺ ഓവൽ ബ്രിസ്റ്റോൺ, ബർബാദോസ്, വെസ്റ്റ് ഇൻഡീസിലാണ്. ഇവിടുത്തെ പിച്ചെന്ന് പറയുന്നത് ബാലൻസ്ഡ് പിച്ചാണ്. അതുകൊണ്ട് തന്നെ ബാറ്റ്സ്മാനും ബൗളേഴ്സും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പിച്ച് തന്നെയാണ്. പേസേഴ്സിനും സ്പിന്നേഴ്സിനും ഒരുപോലെ അനുകൂലമാണ് ഈ പിച്ച്. എന്നാൽ അത്യാവശ്യം റൺസ് വീഴുന്നൊരു പിച്ചാണ്. ഇന്നത്തെ മത്സരത്തിൻ്റെ രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മഴയും അതുപോലെ തന്നെ കാറ്റുമാണ്. ഇവിടുത്തെ കാറ്റിൻ്റെ വേഗത എന്ന് പറയുന്നത് 35 km/h to 45 km/h എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ ഇത് കളിയെ സാരമായി ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഒരു പക്ഷേ മഴ പെയ്യുകയാണ് എങ്കിൽ, മഴ കാരണം കളി ഇൻട്രപ്റ്റ് ആവുകയാണ് എങ്കിൽ, ആദ്യത്തെ ദിവസം 190 മിനിറ്റാണ് അവർ എക്സ്റ്റൻഷൻ ടൈമായി വച്ചിരിക്കുന്നത്. ഈ ഒരു ടൈമിനുള്ളിൽ കളി നടത്തി തീർക്കാൻ സാധിച്ചില്ല എങ്കിൽ ഒരു റിസർവ് ഡേ കൂടി കളിക്ക് വച്ചിട്ടുണ്ട്. ഫൈനൽ മാച്ച് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻസ് വച്ചിട്ടുള്ളത്. ഈ ടൈമിനുള്ളിൽ ആയിരിക്കും കളി അവസാനിപ്പിക്കേണ്ടത്. എന്തായാലും 20 ഓവേഴ്സും ഉള്ള ഒരു കളിയായി തന്നെ അവസാനിപ്പിക്കാനാകും മാക്സിമം ശ്രമിക്കുക. നമുക്ക് രണ്ട് ടീമിനെയും കുറിച്ച് പറയുകയാണ് എങ്കിൽ, ആദ്യമായാണ് മെൻസ് ICICI 2020 ടൂർണമെൻറ്റിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്, ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളൊരു മാച്ച് തന്നെയാണ്. എന്നാൽ 2014 ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 2020 വേൾഡ് കപ്പിൽ തന്നെയാണ്. സെമി ഫൈനലിലാണ് അവർ ഏറ്റുമുട്ടിയിരുന്നത്. അന്ന് ഇന്ത്യയാണ് ജയിക്കുകയുണ്ടായത്. എന്നാൽ ഇന്നത്തെ സിറ്റുവേഷൻ അതുപോലെയല്ല. സോ രണ്ടും വളരെ ശക്തമായ ടീം തന്നെയാണ്. അതിലുപരി പറയാനുള്ളത്, രണ്ട് ടീമുകളും അൺബീറ്റൺ ആയിട്ടാണ് ഫൈനലിൽ കടന്നിരിക്കുന്നത്. ഒരേപോലെ ശക്തർ എന്നും തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും. സോ അതുകൊണ്ട് ഈ ഒരു വേൾഡ് കപ്പിനൊരു പ്രത്യേകതയുണ്ട്. ആര് കപ്പ് നേടിയാലും ആ ടീം അൺബീറ്റൺ ആയിട്ടായിരിക്കും കപ്പ് നേടുക. ആരോടും തോൽക്കാതെ തുടക്കം മുതൽ അവസാനം വരെ കളിച്ച് കപ്പ് നേടുന്ന ഒരു ടീം എന്നൊരു പ്രത്യേകത ഈ വേൾഡ് കപ്പ് നേടുന്ന ടീമിനുണ്ടാകും. നമ്മൾ ഓരോ ടീമിൻ്റെയും ഒരു എങ്ങനെ പ്രകടനം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, സൗത്ത് ആഫ്രിക്ക ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ചു വന്നത് ബംഗ്ലാദേശ്, ശ്രീലങ്ക, നെതർലൻഡ്, നേപ്പാൾ എന്നീ ടീമുകളെ തോൽപ്പിച്ചാണ് അവർ ഗ്രൂപ്പ് സ്റ്റേജ് കടന്നത്. അത് കഴിഞ്ഞ് സൂപ്പർ 8-ൽ USA-യും ഇംഗ്ലണ്ടിനെയും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിനെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സൂപ്പർ 8 മത്സരങ്ങൾ ജയിച്ച് സൗത്ത് ആഫ്രിക്ക സെമിയിൽ കടന്നത്. സെമിയിൽ അവർ നേരിട്ടത് അഫ്ഗാനിസ്ഥാനെയാണ്. അഫ്ഗാനിസ്ഥാനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് അവർ ഫൈനലിലെത്തിയത്. എന്നാൽ ഇന്ത്യയുടെ കാര്യം പറയുകയാണ് എങ്കിൽ, ഇന്ത്യ അയർലൻഡ്, പാകിസ്ഥാൻ, USA എന്നീ ടീമുകളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സൂപ്പർ 8-ൽ കടന്നത്. കാനഡയുമായുള്ള മത്സരം മോശ കാലാവസ്ഥ കാരണം നടന്നില്ലായിരുന്നു. എന്നാൽ സൂപ്പർ 8 മത്സരങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഓസ്ട്രേലിയ എന്നീ ടീമുകളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ സെമി ഫൈനലിലേക്ക് കടന്നത്. സെമി ഫൈനൽ വളരെ ശക്തമായിരുന്നു. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു മാച്ചായിരുന്നു സെമി ഫൈനൽ. സൂപ്പർ 8 മാച്ചുകളിൽ നടന്ന ലാസ്റ്റ് മാച്ച്, ഓസ്ട്രേലിയയുമായി നടന്ന മാച്ചിൽ, വൺ ഡേ മാച്ചിൽ ഫൈനലിൽ ഉണ്ടായിരുന്ന ഒരു പ്രതികാരം തീർത്തുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയെ വളരെ നല്ല രീതിയിൽ തോൽപ്പിച്ച് ഇന്ത്യക്ക് മുന്നേറാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് ഇംഗ്ലണ്ടും. 2022 നടന്ന 2020 വേൾഡ് കപ്പ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റാണ് ഇന്ത്യ മടങ്ങിയത്. അതിനുള്ള പ്രതികാരം എന്നോണം സെമി ഫൈനലിൽ 68 റൺസിന് അതിലുപരി ഓൾ ഔട്ട് ആക്കുകയാണ്. അന്നവർ ഒരു 10 വിക്കറ്റിന് ജയിച്ചെങ്കിൽ ഇന്ന് 10 വിക്കറ്റും നഷ്ടപ്പെട്ട് ഓൾ ഔട്ട് ആവുകയാണ് ഇംഗ്ലണ്ടിന് സംഭവിച്ചത് ഇന്ത്യയുടെ കൂടെ. അങ്ങനെ 68 റൺസിന് ഇന്ത്യ ജയിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യ അതിശക്തരായ ഓസ്ട്രേലിയയും പാകിസ്ഥാനെയും ഇംഗ്ലണ്ടിനെയും ഒക്കെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ ഫൈനലിലെത്തിയിട്ടുള്ളത്. എന്നാൽ സൗത്ത് ആഫ്രിക്കയും ഏകദേശം അതുപോലെ തന്നെയാണ്. ഇവരെല്ലാം തോൽപ്പിച്ച് തന്നെയാണ്. സോ രണ്ടുപേരുടെയും ബൗളിങ്ങും ബാറ്റിങ്ങും വളരെ ശക്തമാണ്. നമ്മൾ ഇന്ത്യൻ ടീമിനെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് എങ്കിൽ, ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. വിരാട് കോഹ്ലി ഇതുവരെ ഫോം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇന്ത്യയെ വളരെ അലട്ടുന്നൊരു പ്രശ്നം തന്നെയാണ്.
വിരാട് കോഹ്ലി കൂടെ ഫോം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും മികച്ച ഒരു ടീമായി മാറും. കാരണം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തമ്മിലുള്ളൊരു പാർട്ണർഷിപ്പ്, നല്ലൊരു പാർട്ണർഷിപ്പ് അവർക്ക് പവർ പ്ലേയിൽ പടുത്തുയർത്താൻ സാധിച്ചാൽ, കാരണം രണ്ടുപേരും വളരെ അറ്റാക്കിംഗ് പ്ലെയേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു പവർ പ്ലേയിൽ നല്ലൊരു പാർട്ണർഷിപ്പ് അവർക്ക് പടുത്തുയർത്താൻ സാധിച്ചാൽ ഇന്ത്യയിൽ നല്ലൊരു സ്റ്റേജിലെത്താൻ ഇന്ത്യക്ക് സാധിക്കും. അടുത്തിറങ്ങുന്നത് പന്താണ്. പന്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. സൂര്യകുമാർ യാദവും അതിനുശേഷം ഹർദിക് പാണ്ഡ്യയുമാണ് ഇറങ്ങുന്നത്. ഈ ഒരു ബാറ്റിംഗ് നിര തന്നെ വളരെ ശക്തമായാൽ, ആരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയെ പിടിച്ചു നിർത്താൻ ഒരു ടീമിനും സാധിക്കാത്ത രീതിയിലാണ് അവരുടെ പെർഫോമൻസ്. സോ അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് ബൗളിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഹർഷീപ് സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബൗളിംഗ്, അതിന് അടുത്ത സ്റ്റെപ്പായി ഇറങ്ങുന്ന ബുംറയും കൂടെ ആകുമ്പോൾ തന്നെ അവിടെ ഒരു ശക്തമായ ഒരു പവർ പ്ലേ ഓപ്ഷൻ വരുന്നുണ്ട്. എന്നാൽ സ്പിന്നിന് ചില സമയം ആ കഴിഞ്ഞ മാച്ചിൽ ഇംഗ്ലണ്ട് മാച്ച് നോക്കുകയാണ് എങ്കിൽ രണ്ടുപേർക്കും വിക്കറ്റ് കിട്ടാതിരുന്ന സാഹചര്യത്തിലാണ് നാലാമത്തെ ഓവർ അക്സർ പട്ടേലിന് കൊടുക്കുകയും, എന്നാൽ അക്സർ പട്ടേൽ ആ ഒരു ഓവറിൽ തന്നെ ഫസ്റ്റ് ബോളിൽ ബട്ട്ലറുടെ വിക്കറ്റ് എടുത്തുകൊണ്ട് വളരെ ഒരു ട്വിസ്റ്റ് ആ ഒരു മാച്ചിൽ കൊണ്ടുവരുത്തിയത് തന്നെ. അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പോൾ കുൽദീപ് യാദവ് മിഡ് ഓവറുകളിൽ എറിഞ്ഞ് സ്പിന്നിൻ്റെ വളരെ ശക്തമായ ഒരു ക്വാളിറ്റി പ്ലെയർ തന്നെയാണ് കുൽദീപ് യാദവും. അപ്പോൾ എന്നാൽ ജഡേജ ഇതുവരെ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. ഓവറുകളും വളരെ കുറച്ച് മാത്രമാണ് ജഡേജയ്ക്ക് ലഭിക്കുന്നത്. പിന്നെ ഹർദിക് പാണ്ഡ്യയുടെ ബൗളിംഗ് കൂടി ആകുമ്പോൾ ഇന്ത്യൻ ടീം വളരെ ശക്തമായ ടീമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിൽ പ്രത്യേകിച്ച് നമുക്ക് ആർക്കും സംശയമില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ സൗത്ത് ആഫ്രിക്കയുടെ ടീമിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ഓപ്പണിങ്ങിന് ഇറങ്ങുന്ന ഡീകോക്കും ഹെഡ്രിക്സുമാണ്. അതിനുശേഷം അവർക്കുള്ളത് മക്രം, ക്ലാസൻ, മില്ലർ, സ്റ്റബ്സ്. എല്ലാവരും വളരെ ശക്തരായ ബാറ്റ്സ്മാൻമാരാണ്. അതുപോലെ തന്നെ ബൗളിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോട്രിജി, റബദ, ജെയ്സൺ, ഇവരെ 3 പേരുടെയും ഫാസ്റ്റ് ബൗളിങ്ങിൻ്റെ കൂടെ തന്നെ ഷംസിയുടെയും മഹാരാജയുടെയും സ്പിന്നും കൂടെ ആകുമ്പോൾ അവരും വളരെ ശക്തരായ ടീം തന്നെയാണ്. ഇവരെയൊക്കെ മറികടന്ന് ഇന്ത്യക്ക് ഇന്നത്തെ കപ്പ് നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് ആരാധകരായ എല്ലാവരുടെയും വിശ്വാസം. അതുതന്നെയാണ് എൻ്റെയും വിശ്വാസം. സോ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ടീം ഇന്ത്യ വിജയിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കും, നിങ്ങളൊരു ലൈക്ക് തരിക. സോ സ്റ്റേ ട്യൂൺ വിത്ത് us for more videos. Thank you.